വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കേരളത്തിലെ ഔഷധ വ്യാപാരികളുടെ വലിയൊരു സംഘടനയാണ് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ. അതിലൊരു 10,000-ഓളം മെമ്പർമാർ നല്ല സംഘടനകളുണ്ട്. ഇതിൽ മൊത്ത വ്യാപാരികളുണ്ട്, ചില്ലറ വ്യാപാരികളുണ്ട്, ഒരു സംഘടനയുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് തോന്നാമെങ്കിലും വലിയ ഭീകരത സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂടെ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധയപ്പെടുത്താത്ത ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കാര്യയും ആഭിമുഖ്യം ചെയ്യുന്നത്. ഇന്ത്യയില് മരുന്നുകളുടെ നിർമ്മാണവും വിതരണവും വിൽപ്പനയും തന്നെ കോസ്മെറ്റിക്സ് ആക്ട് 1940 ഉണ്ടായിട്ടുള്ള ആക്ടാണ്. 1945 റൂൾസാണ്. അതോടൊപ്പം തന്നെ ഫാർമസി ആക്ട് 1948 ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015. അപ്പൊ ഈ നിയമങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് ഒരു രോഗിക്ക് ഒരു മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ആ രോഗി ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ ഏത് വിഭാഗത്തിലാണെങ്കിലും ആ പ്രാക്ടീഷണർ ആകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് നേടേണ്ടതാണ്. അദ്ദേഹത്തിന്റെ രേഖാമൂലമുള്ള കുറിപ്പടിയിന്മേൽ മാത്രമേ ഒരു റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറിന് ഒരു ഫാർമസിസ്റ്റിന്റെ സൂപ്പർവിഷനോടുകൂടി മരുന്ന് ചെയ്യാനുള്ള അനുവാദം ഉള്ളൂ. പക്ഷെ അടുത്ത കാലങ്ങളിലായിട്ട് ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ കുറെ ഭീമന്മാർ കേരളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ടാറ്റ പോലെ, റിലയൻസ് പോലെ, ഫാർമസി പോലെ, അപ്പോളോ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ നിയമങ്ങളൊക്കെ തന്നെ കയറ്റി വളർത്തിക്കൊണ്ട് യഥേഷ്ടം ഓൺലൈൻ വ്യാപാരം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത്. എന്തുകൊണ്ടോ അതിന്റെ ഉത്തരവാദപ്പെട്ട അധികാരികൾ അതിന് വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നൊരു ദുഃഖകരമായ സത്യമാണുള്ളത്. ഞാൻ നാട്ടിലായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഞാൻ ഒരു 3 ദിവസം മുമ്പ് ഒരു ടാറ്റ 1MG എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു 3 മരുന്നുകൾ ഓർഡർ ചെയ്തു. ഈ 3 മരുന്നുകൾക്കും പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല. അവരെന്താ വെച്ചാൽ അവരുടേതായ രീതിയിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ട് അവരത് ഞാൻ തൃശ്ശൂരിലാണ്, ആ തൃശ്ശൂരിലേക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള സംവിധാനത്തിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അപ്പോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ വാങ്ങുന്നില്ല. പക്ഷെ മരുന്ന്, അത് ജീവൻ രക്ഷാ മരുന്നുകൾ ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വിപണനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് തികച്ചും നിയമവിരുദ്ധമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ 5ഓളം ഹൈക്കോടതികൾ, ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ചെന്നൈ ഉൾപ്പെടെയുള്ള 5ഓളം ഹൈക്കോടതികൾ ജഡ്ജിമെന്റ് പുറപ്പെടുവിച്ചതിന് ശേഷവും ഇപ്പോഴും ഇത് യഥേഷ്ടം നടന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ വ്യാപാരികൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരത്തിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പൊതുജനം എന്നുള്ള നിലയിൽ ഇതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇപ്പോഴും തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ലഹരികളുടെ പ്രത്യേകിച്ച് പുതുതായിട്ടുള്ള തലമുറകൾ ലഹരികൾ ഉപയോഗിക്കുന്ന ആ ഒരു റോഡർ കൊണ്ടുവരികയാണ്. ഇതൊന്നും നമ്മൾ ആരും തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഒരു കാരണവശാലും തലക്കിലാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ശക്തമായ നടപടി എടുക്കണമെന്നും ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് 12 രാജ്യങ്ങളിൽ 12 ലക്ഷത്തോളം വരുന്ന ഔഷധ വ്യാപാരികളുടെ സംഘടനയുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിന് ഞങ്ങൾ പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്ത് ചർച്ചകൾ നടത്തി. അതിന് ഫലം കാണാത്തതിന്റെ പേരിൽ ജനുവരി മാസം 24-ാം തീയതി ഇന്ത്യയിലെ എല്ലാ ഔഷധ വ്യാപാര സ്ഥാപനങ്ങളും കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സംഭവവശാല് ഇന്ത്യയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ നദ്ദ, അദ്ദേഹം BJPയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഡൽഹിയിലെ അസംബ്ലി ഇലക്ഷനിൽ തിരക്കായതുകൊണ്ട് 1 മാസം കൂടി സമയം തരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ 24-ാം തീയതി കടകളടച്ച് പ്രതിഷേധിക്കാനുള്ള ഡേറ്റ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ തീരുമാനം തന്നെയാണ്. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് ബഹുമാനപ്പെട്ട പത്രദൃശ്യ മാധ്യമങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാട്ടിൻപുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുമ്പോൾ ഒരു ചെറിയ ചമ്മൽ ഉണ്ടാകാറുണ്ട്. വാങ്ങുന്ന ആൾക്കാരും ചെമ്മലുണ്ട്, കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു സംവിധാനം നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വരുന്നതാണ്, ആര് ഓർഡർ ചെയ്താൽ കിട്ടും. പക്ഷെ ഇതിനുള്ളിലുള്ളത് ഇത് ശരി യഥാർത്ഥ മരുന്നാണോ അല്ലയോ എന്ന് അറിയാതായിട്ട് യാതൊരു നിബന്ധനകളുമില്ല. ഇത് ജീവൻ രക്ഷാ മരുന്നുകളാണ്. തൊലി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ പറയുന്ന സാധനമല്ല. ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന അവർ പറയുന്ന ഈ മരുന്ന് യഥാർത്ഥത്തിലുള്ള മരുന്നാണോ
അതോ സീരിയസ് ഡ്രഗ്സ് ആണോ ചാത്തനാണോ എന്ന് അറിയാനായിട്ട് യാതൊരു സംവിധാനവുമില്ല. ഇത് മാത്രവുമല്ല, ഗുഡ്ഗാവിലിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തൃശ്ശൂരിലിരിക്കുന്ന ഒരു കസ്റ്റമർക്ക് മരുന്ന് വിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് ആകാശത്തൂടെയുള്ള വിപണനമാണ് നടത്തുന്നത്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു സംവിധാനമില്ല. മറിച്ച് സംസ്ഥാനത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരു കാരണവശാലും അനുവദനീയമല്ല. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 6 മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് അവിടെ പോയിട്ട് അന്വേഷണം നടത്താറുണ്ട്. അവർ ചെയ്യുന്ന എല്ലാ സ്കൂട്ടറിയും ഇതേപോലെ. പക്ഷെ യാതൊരു വിധത്തിലുള്ള സ്കൂട്ടറിയും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഈ വിപണനം അത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ യാതൊരു സംശയത്തിനും നട്ടപ്പുറത്തൊക്കെ നമ്മൾ കാണാം. ക്രോമ പോലെ, വെസ്റ്റ്സൈഡ് പോലെ അവരുടെ ഷോപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഭാവിയിൽ ഇന്ത്യയിൽ ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാരും, എന്റെ പേര് എൻ മോഹൻ എന്നാണ്, ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇദ്ദേഹം ജയനാരായണൻ തമ്പി തിരുവനന്തപുരത്ത് തന്നെയുള്ളതാണ്. ഷിക്കായ ഏജൻസീസാണ്. ഒരു മൊത്തം വ്യാപാരിയാണ്. ഇത് ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റാണ്. ശശിയിൽ അദ്ദേഹം ചാത്തന്നൂർ വീട്ടിൽ വ്യാപാരിയാണ്. നല്ലപ്പോഴുള്ള ആൾക്കാരുടെ എല്ലാം വ്യാപാരം ഇല്ലാതാവുന്നതുകൊണ്ട് യാതൊരു സംശയമില്ല. പക്ഷെ അതിനേക്കാൾ സീരിയസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടാറ്റ പോലെ, റിലയൻസ് പോലെ, അപ്പോളോ പോലെ 4-5 ആൾക്കാർ മാത്രം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഔഷധ വ്യാപാരങ്ങൾക്ക് കുത്തകൾ ഏൽക്കുകയും അതിന് സർക്കാരുകൾ ഒത്താശ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യാപാര നഷ്ടത്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് എതിരെയുള്ള നേരിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നുള്ള ദുഃഖ സത്യം അറിയിക്കണമെന്ന് ഉദ്ദേശത്തോടെ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കടന്നു അടച്ചിട്ടുള്ള പ്രതിഷേധം ചെയ്യും എന്നുള്ള തീരുമാനം കൂടി അറിയിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.